ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? ദാറ്റ് യു കെ മല്ലുവിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അധികം നല്ല സുഖത്തിലൊന്നും അല്ലട്ടോ സ്വാഗതം പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു കെയിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, ന്യൂസ് കേട്ടിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാരും കുറച്ചൊക്കെ ന്യൂസ് കേട്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഈ എമർജൻസി ആയിട്ട് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വരുന്ന കുറേ സ്റ്റുഡൻസിൻ്റെ പേരൻസിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് മെസ്സേജ് വെച്ചിട്ടാണെങ്കിലും കോൾ ചെയ്തിട്ടാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താണ് മോനെ മക്കളെ വിടണോ, സേഫ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ കുറച്ച് ഇഷ്യൂ ആണെന്ന് ന്യൂസിൽ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാ ന്യൂസുകളാണ്, മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും കുറേ പേരൻസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മിക്ക ആൾക്കും ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും കടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് സ്റ്റോറി, എന്താ ഉണ്ടായെന്നുള്ളത്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ എല്ലായിടത്തും പറയണം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്യൂ കുറച്ച് സ്ട്രോങ് ആണ്. കാരണം ഞാൻ കേട്ടിരുന്നു കുറച്ച് മുന്നേ ഇതേപോലെ തന്നെ നോട്ടിംഗ്ഹാമിലൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കുറേ ഇയേഴ്സ് ബാക്ക് കേട്ടോ. ബട്ട് അപ്പോഴൊന്നും ഇത്ര വലിയ സീനൊന്നും ആയിരുന്നില്ല. ബട്ട് ഇപ്പോഴത്തത് കുറച്ച് സീനാണ്. അപ്പോൾ സ്റ്റോറി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 1 വീക്ക് എഗോ സൗത്ത് പോർട്ടിൽ നമ്മളുടെ ടൈലർ സ്വിഫ്റ്റ് ഉണ്ടല്ലോ, ടൈലർ സ്വിഫ്റ്റിൻ്റെ മ്യൂസിക് കൺസേൺ ലൈവ് മ്യൂസിക് കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൺസേണിലേക്ക് കുറേ പേര്, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് മൂന്ന് ചെറിയ കുട്ടികളെ ഒരു 17 വയസ്സായ ഒരു യുവാവ് കുത്തിക്കൊന്നു ഈ 3 കുട്ടികളെ. അപ്പം അത് തടയാൻ വന്ന ആളെയും കുത്തി. ബട്ട് അത് അവർ മരിച്ചോ, ഒരു ലേഡീനെ കുത്തി. പക്ഷെ അവർ മരിച്ചോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് എന്തോ ആയതെന്ന് തോന്നുന്നുണ്ട്. അവർ ടീച്ചറാണ് വന്ന് രക്ഷിക്കുന്നത്, അങ്ങനെ എന്തോ ആയിരുന്നു ഇഷ്യൂ. കറക്റ്റ് അത് ആരാന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അവരെ വന്ന് കുത്തി. ബട്ട് അവർ അത്ഭുതമായി രക്ഷപ്പെട്ടു, ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ 3 കുട്ടികൾ മരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഈ കുത്തിയ ആള് ഒരു മൈഗ്രൻ്റ് ആണ്, പുറത്തുനിന്ന് വന്ന ആളാണ്, സ്റ്റുഡൻ്റ് ആണ് എന്താണെന്നും അറിയില്ല. കാരണം 17 വയസ്സായിട്ടുള്ളൂ. ബാച്ചിലേഴ്സ് പഠിക്കണമെങ്കിൽ യു കെ നിയമപ്രകാരം 18 ഇയേഴ്സ് ആവണം എന്നാണ്. ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആവണമെങ്കിൽ എങ്ങനെ പോലെ ഒരു 18 ഇയേഴ്സോ 17 മേലെ എന്തായാലും ആവണമല്ലോ. കാരണം +2 കഴിയുമ്പോഴത്തേക്കും 17 ഇയേഴ്സിന് മേലെ ആയിരിക്കുമല്ലോ. സോ എനിക്ക് തോന്നുന്നത് ഇവിടെ മുന്നേ വന്ന് സെറ്റിലായ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർ മൈഗ്രൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിലാണ് ഇതെല്ലാം തുടക്കമിട്ടത്. അപ്പോൾ ഇവനൊരു മൈഗ്രൻ്റ് ആയതുകൊണ്ടും നേറ്റീവ്, അതായത് യു കെയിൽ ജനിച്ച് വളർന്ന യു കെ സിറ്റിസൺസ്, നമ്മളെ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, ബ്രിട്ടീഷ് ആൾക്കാരെയാണ് ഇവൻ കുത്തിക്കൊന്നത്. അപ്പോൾ അതും കൊണ്ടും ഇവിടുത്തെ ആൾക്കാർ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, യു കെ ഇസ് നോട്ട് സേഫ്, ദ സ്ട്രീറ്റ്സ് ഓഫ് ദ യു കെ ആർ നോട്ട് സേഫ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് നിന്ന് വന്ന മൈഗ്രൻസ് ആണ് ഇവിടുത്തെ നേറ്റീവ് ആൾക്കാരെ കൊല്ലുന്നത്. അത് വെച്ചിട്ടാണ് ആക്രമണം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് സൗത്ത് പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾ ഓവർ യു കെ അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ സംഭവം സ്പ്രെഡ് ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കുത്തിയ ആള് ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് വേറെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നു. അങ്ങനെ മുസ്ലിം കാസ്റ്റിനെ എതിർത്തിട്ടും അതൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളും, അതിനിടയ്ക്ക് വെട്ടിക്കൊല്ലലും ബോംബിടലും ഫയറിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇത് പ്രകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ സ്ഥലത്ത് യു കെ ഓൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും ഇപ്പോൾ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. 7-ാം തീയതി ആയിരുന്നു, 7-ാം തീയതി 8-ാം തീയതി തോന്നുന്നുണ്ട്. 7-ാം തീയതി 8-ാം തീയതിയാണ് അവർ 2 നൈറ്റ് കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ റിയറ്റ്സ് കുറേ സംഭവങ്ങൾ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, ഈ ഏഷ്യൻ സ്റ്റോഴ്സ്, വേറെ രാജ്യത്തെ സാധനങ്ങൾ കിട്ടുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ ആയിരിക്കും മൈഗ്രൻസ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ കേരള സ്റ്റോറിൽ പോയിട്ട് സാധനം വാങ്ങുമല്ലോ, അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ സാധനം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് വരും. അപ്പോൾ അങ്ങനത്തെ വരുന്ന ആൾക്കാരെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതും കുത്തുന്നതും ഫയർ ഇടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസത്തേക്ക് എല്ലാവരും സേഫ് ആകാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എംബസിയിൽ നിന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ എംബസി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വിസിറ്റേഴ്സ് യു കെയിലേക്ക് വരുന്ന ആൾക്കാർ സേഫായിട്ട് വിജിലൻ്റ് ആയിട്ട് നിൽക്കുക, ലോക്കൽ ന്യൂസ് ഫോളോ ചെയ്യുക, എല്ലായിടത്തും ലോക്കൽ ന്യൂസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് 7-ാം തീയതി ആയിട്ട് സെൻട്രൽ ലണ്ടൻ, ക്രോയിഡോൺ, ചെംസ്ഫോർഡ്, ഇപ്പം എൻ്റെ അടുത്ത് ചെംസ്ഫോർഡ്, പീറ്റർബോ, പിന്നെ ഇപ്പോൾ വേറെ ഏതൊക്കെ സൗത്ത് പോർട്ട്, ലണ്ടൻ്റെ പല ഭാഗങ്ങളിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ന് 100-ന് മേലെ ആൾക്കാർ കുറേ പ്രോഗ്രാംസ്, പ്രൊട്ടസ്റ്റേഴ്സ് കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും സേഫായിട്ട്, ഇൻ്റർനാഷണൽ പീപ്പിൾ കുറേ സേഫായിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ന്യൂസിൽ കാണുന്നുണ്ട് ഞാൻ ഓരോരുത്തർ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടാണെങ്കിലും ഞാൻ കുറേ സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. റോഡിലൂടെ പ്രൊട്ടസ്റ്റേഴ്സ് നടക്കുന്നതും ഇൻ്റർനാഷണൽ സ്റ്റോറിൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് അവരെ ഇപ്പോൾ ഇവിടുത്തെ എല്ലാവരും അറിയാമല്ലോ, എല്ലാ വീടുകളിലും ഷോപ്പുകളും ജനൽ ഫുള്ള് ഗ്ലാസ്സാണ്, അത് എറിഞ്ഞ് പൊട്ടിക്കണതും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നലെ ഈ വീഡിയോ എടുക്കുന്ന തലേ ദിവസം 6 തീയതി മലയാളി സ്റ്റുഡൻസ് താമസിക്കുന്ന വീട്ടിൻ്റെ മുന്നിൽ, അതായത് അവരും വീടിൻ്റെ മുന്നിൽ കൂടെ പ്രൊട്ടസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മലയാളി സ്റ്റുഡൻസ് എന്താ വെച്ചാൽ അവർ വീഡിയോ എടുത്ത് കണ്ട് ഈ പ്രൊട്ടസ്റ്റേഴ്സ് കണ്ടു. അങ്ങനെ അവരെന്താ പറ്റി, കല്ലെടുത്ത് എറിഞ്ഞു, വീട് ജനൽ തകർത്തടിച്ച് പോയി. ഇവർ ഉള്ളിൽ ഒരു അറ്റാക്ക് കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക, അത്രേ പറയാനുള്ളൂ. എല്ലായിടത്തും നിൽക്കുന്ന പോലെ ഇപ്പോൾ നാട്ടിലും സീനാണെന്നറിയാം, ഇവിടെയും ഇപ്പോൾ സീനാണ്. കുറേ പേര് പറഞ്ഞായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ സേഫായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലീസ് വണ്ടികളൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറേ ഇൻ്റർനാഷണൽ പീപ്പിൾ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടാണോ അവരവിടെ വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈനെ കോൺടാക്ട് ചെയ്യാം. ബട്ട് ഓപ്പോസിറ്റ് ആൾക്കാരുണ്ട് കേട്ടോ, ഇത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നടക്കുന്നത്. അതല്ലാണ്ട് ബ്രിട്ടീഷുകാർ ഇഷ്ടംപോലെ പേര് നമ്മളെ കൂടെ നല്ല ഹെൽപ്പിംഗ് മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈനായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിലൊക്കെ വന്നിട്ടുണ്ടാകും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് നിന്ന്. ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്. ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർനാഷണൽ ഓഫീസർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പോയിട്ടുണ്ടാവും ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. സോ എല്ലാവരും ലോക്കൽ ന്യൂസ് ഫോളോ ചെയ്യുക. അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, കറണ്ട് സിറ്റുവേഷൻ പെട്ടെന്ന് ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ. കാരണം എന്താ വെച്ചാൽ പോലീസുകാരെ വരെ തല്ലുകയാണ്. കാരണം പോലീസുകാർക്ക് അവർ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ബട്ട് ബ്രിട്ടൻ പോലീസ് കുറച്ചും സ്ട്രോങ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കളികളായിരിക്കും വെച്ചിട്ട് അധികം റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നു. പക്ഷേ അത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, അത്ര തന്നെ പറയാനുള്ളൂ. സ്റ്റേ സേഫ് ഗൈസ്. പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോൺസർ യൂണിവേഴ്സിറ്റിയാണ്. അവരായിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ ഹെൽപ്പ് ലൈൻ, ഇപ്പോൾ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും, അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് മെയിൽ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് യൂണിയനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പ്ലസ് അവരുടെ മെയിൻ ഹെൽപ്പ് ലൈൻ കോൺടാക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റീൻ്റെ. അപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ എംബസി ആയിട്ടും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരികയാണെങ്കിൽ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. സോ അത്ര തന്നെ ഉള്ളൂ. ഇനി എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാനും ചെയ്തു തരാം. കറൻ്റ്ലി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേംബ്രിഡ്ജിലാണ്. ഇപ്പോൾ എനിക്കധികം സീൻ ഇവിടെ വന്നിട്ടില്ല. ബട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിഫ്റ്റിനിടയിൽ എനിക്കൊരു 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് സമയം എനിക്ക് മെസ്സേജ് വന്നു. ഇവിടെ അടുത്ത് സിറ്റി സെൻറ്ററിൽ 3 മണിയാകുമ്പോൾ പ്രൊട്ടസ്റ്റേഴ്സ് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊരു 2-2:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത മെസ്സേജ് വന്നു. അതായത് അവർ ടാർഗറ്റ് ചെയ്തേക്കുന്ന ബീഹൈവ് സെൻറ്ററാണ്. അതായത് ഇവിടെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, വലിയ സൂപ്പർ സ്റ്റോർ, അൽദി, ലിഡില്, പ്യുവർ ജിം മനസ്സിലുണ്ട്, ജിം ഗ്രൂപ്പ്, അസ്റ്റ, അതൊക്കെ ഉള്ളൊരു വലിയൊരു കോംപ്ലക്സ് ആണ് ഈ ബീഹൈവ് സെൻറ്റർ എന്ന് പറയുന്നത്, ഒരു വലിയ മാള് പോലെ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ എന്തായാലും വരുമല്ലോ. കാരണം ഈ കേംബ്രിഡ്ജിലുള്ള മിക്ക ആൾക്കാരും കേംബ്രിഡ്ജ് താമസിക്കുന്ന ആൾക്കാർ വരെ അങ്ങോട്ട് സാധനം വാങ്ങാണ്ടേ വരുന്നത്. അപ്പോൾ അവിടെയാണ് അറ്റാക്ക് പ്ലാൻ ചെയ്തേക്കുന്നത്. രാത്രി 8 മണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോൾ അവിടെ ഒന്നും അധികം ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും പേടിച്ച് വീട്ടിലിരിക്കും. കാരണം പേടിച്ചിരിക്കാനായിട്ട് വേറെ കാര്യമില്ല, അന്യനാട്ടിലാണ്. അറിയാലോ, അന്യനാട്ടിലാണ്. ഇവിടെ ഒന്നും തല്ലുകൊണ്ട് ചാവണേക്കാളും നല്ലതാണ് നമ്മൾ വീട്ടിൽ സ്വന്തം കയറി ഇരിക്കുന്നതാണല്ലോ. ഞാൻ എന്തായാലും സേഫാണ്. ഞാൻ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇങ്ങോട്ട് ആരും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ വണ്ടിയിൽ വന്നപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ പെട്രോളിൽ പോലെ കളറിലൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ റോട്ടിൽ അത് ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനിപ്പോൾ പ്രൊട്ടസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി അടിച്ച് വിട്ട് പോകുന്നു. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. സോ എല്ലാവരും സേഫായിട്ട്, എനിക്ക് അത്രേ പറയാനുള്ളൂ. കുട്ടികൾ സ്റ്റുഡൻസോട് പഠിക്കുന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ നാട്ടിലാണ്. അപ്പോൾ കുറേ പാരൻസ് പറയുന്നുണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, എപ്പോഴേലൊക്കെ വിളിക്കുള്ളൂ. സോ 2 നേരം അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും വിളിച്ചവർക്ക് സംസാരിക്കും. കാരണം നാട്ടിൽ ന്യൂസ് സ്പ്രെഡായിട്ടുണ്ട്. ഇന്ന് ന്യൂസിൽ ഇപ്പോൾ എൻ്റെ അമ്മ എന്നൊരു വിളിച്ചപ്പോൾ, വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും വിളിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് സേഫായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കുക, കാര്യങ്ങൾ സേഫാണ്, പേടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല പറയുക. നമ്മളിതിൽ അതിജീവിച്ച് വരും. കാരണം ഒരു ഭാഗം ഇതിൻ്റെ ആൾക്കാരാണെങ്കിലും മറുഭാഗം ബ്രിട്ടീഷുകാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ വർക്ക് എടുക്കുക. കാരണം ഈ മൈഗ്രേഷൻ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഷോർട്ടേജ് കൊണ്ടാണല്ലോ. അവർക്ക് വർക്ക് എടുക്കാൻ നമ്മൾ വേണം. സോറി ഗൈസ്, ലൈറ്റ് ഓഫ് ആയിപ്പോയി. വർക്ക് എടുക്കാൻ നമ്മൾ വേണം. പിന്നെന്താണ് ഇതുള്ളത്. സോ
സേഫായിരിക്കുക. നമ്മളെന്തായാലും ഇത് അതിജീവിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറുഭാഗത്ത് വേറെ ആൾക്കാരുണ്ട്. ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് വരും വിചാരിക്കുന്നു. പോലീസുകാരാണെങ്കിലാണെങ്കിലും എല്ലാം പെട്ടെന്ന് സോൾവ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വയനാട്ടിലെ കാര്യം അറിയാലോ. വയനാട്ടിലെ ഇഷ്യൂവും കാര്യങ്ങളും നമുക്ക് കഴിയുന്നിടത്തോളം നമുക്ക് നമ്മുടെ നാട്ടിലില്ല. ഞാൻ നാട്ടിൽ ഇപ്പോൾ തിരിച്ച് വന്നതിൻ്റെ അടുത്ത ദിവസമായിട്ട് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. സോ മരണമടഞ്ഞവർക്കും ചികിത്സിക്കുന്നവർക്കും പെട്ടെന്ന് എല്ലാം ഇതാവട്ടെ വിചാരിക്കുന്നു. മരണമടഞ്ഞവർക്ക് ഡീപ്പസ്റ്റ് കണ്ടോളൻസ് ഗൈസ്. എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ സഹായിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്കാണെങ്കിലും എൻ്റെ നാട്ടിലെ ആൾക്കാരെ സഹായിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും പറയാനില്ല. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കൊന്നും പറയാനില്ല. നമുക്ക് ഇനി ഈ കാര്യം നമുക്ക് അതിജീവിച്ച് വരാം. ഇൻ്റർനാഷണൽ പീപ്പിൾ, UK സ്റ്റുഡൻസ്, UK നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാം പെട്ടെന്ന് റെഡിയായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. കീപ് സപ്പോർട്ടിങ് ഗൈസ്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. മിഥുൻ, ഐ എം സൈനിങ് ഓൺ ഫ്രം ദാറ്റ് UK Mello. ബൈ ഗൈസ്.